ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൊട്ടറ്റോ മഞ്ചൂരിയൻ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. പൊട്ടറ്റോ മഞ്ചൂരിയൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസിലെ പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഗ്രേറ്റ് ചെയ്തെടുത്ത ശേഷം കഴുകിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡറും 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊട്ടറ്റോ നമുക്ക് ബോൾസ് ആക്കിയാണ് എടുക്കേണ്ടത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺഫ്ലവർ പൗഡർ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചില പൊട്ടറ്റോയിൽ നിന്നാണെങ്കിൽ നമ്മൾ കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം ഊറി ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി കോൺഫ്ലവർ പൗഡർ ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് വേണം നമുക്ക് ഉരുളക്കിഴങ്ങിനെ എടുക്കാൻ. ഇനി ഈ ബോൾസ് എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്ന ശേഷം നമുക്ക് ഓരോ ബോൾസ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് ബോൾസ് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ഒട്ടിപ്പിടിക്കാതെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം നമ്മൾ ഓരോ ബോൾസ് ഇട്ട് കൊടുക്കാനായിട്ട്. ക്രിസ്പി ആയിട്ട് വേണം നമ്മുടെ പൊട്ടറ്റോ ബോൾസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കതിലേക്ക് തട്ടി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത് ഫ്രൈ ആയോ ഇല്ലേ എന്നുള്ളത്. ഇപ്പോൾ നല്ല ഫ്രൈ ആയി നമുക്ക് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ള പൊട്ടറ്റോ ബോൾസ് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സോസ് റെഡിയാക്കാം. 1.5 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിൽ സവാള ചോപ്പ് ചെയ്തതും ഡൈസ്ഡ് ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയും ക്യാപ്സിക്കവും ഒക്കെ വഴണ്ട് വരാറാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 3 പച്ചമുളക് കീറിയാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ട ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 2 ടീസ്പൂൺ സോയ സോസും 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസും 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസും 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തിക്നെസ്സിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ വെള്ളത്തിൽ കുറച്ച് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ എനിക്കിവിടെ പൊട്ടറ്റോ ബോൾസ് ഉണ്ടാക്കിയപ്പോൾ ഉള്ള ബാക്കി മസാല ഉണ്ടായിരുന്നു, ഞാൻ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിനായ തിക്നെസ്സിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സായി വരുമ്പോഴത്തേക്കും നമുക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം.
ഫുഡ് കളർ ചേർക്കണമെന്നുള്ളവർക്കാണെങ്കിൽ അത് ചേർക്കാം. പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ മാക്സിമം ഫുഡ് കളർ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഡ്രൈ ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ സെമി ഗ്രേവി ആയിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 1/4 കപ്പ് വെള്ളം ചേർത്തത്. ഇപ്പോൾ മഞ്ചൂരിയൻ്റെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ക്രിസ്പി പൊട്ടറ്റോ ബോൾസ് ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ ബോൾസ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിമും കൂടി ഓഫ് ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റോ അധികം ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ആ ക്രിസ്പിനെസ് നമുക്ക് അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ ബൈ.